ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 48 റിവ്യൂ. ഹൗസിൽ രാവിലെ തന്നെ ബിന്നിയും അനീഷും തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട്. കിച്ചൺ ക്യാപ്റ്റനായ ബിന്നിയുടെ ശ്രദ്ധയില്ലായ്മ മൂലം അവിടെ മുഴുവൻ അഴുക്കായി കിടക്കുന്നുണ്ടായിരുന്നുവെന്നും അതൊക്കെ കുറേയൊക്കെ തുടച്ചു വൃത്തിയാക്കിയത് അനീഷായിരുന്നുവെന്നും കുറെ ചോറ് ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കാതെ നശിപ്പിച്ചു കളഞ്ഞു എന്നും പറഞ്ഞായിരുന്നു വഴക്ക്. ബിന്നി തന്റെ തെറ്റ് അക്സെപ്റ്റ് ചെയ്തില്ല. എന്നാൽ കിച്ചണിലെ മറ്റൊരംഗമായ ലക്ഷ്മി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓണിയിൽ ഒരു കൂറ ക്യാപ്റ്റൻ എന്ന് അനിമോൾ പറയുന്നുണ്ടായിരുന്നു. അടുത്തത് അക്ഷര നക്ഷത്രം എന്ന ക്യാപ്റ്റൻ ടാസ്ക് ആയിരുന്നു. ഗാർഡൻ ഏരിയയിൽ 3 ബോർഡുകൾ ഉണ്ടായിരുന്നു. ബാസ്ക്കറ്റിൽ ക്യാപ്റ്റൻ എന്നുള്ള ലെറ്ററുകൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് ക്യാപ്റ്റൻ എന്ന് അവിടെ ഫിക്സ് ചെയ്ത് വെക്കണം ബോർഡിൽ. അവസാനത്തെ അക്ഷരമായ എന്നെ ഒരെണ്ണം ഉണ്ടായിരിക്കുള്ളൂ. അത് ഒരു പെഡസ്റ്റലിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. അത് അവസാനമേ എടുത്തു കൊണ്ടുവയ്ക്കാവുള്ളൂ. ഓരോ ലെറ്റർ വീതമേ എടുത്തുകൊണ്ടു വയ്ക്കാവുള്ളൂ. ആദ്യം ക്യാപ്റ്റൻ എന്ന് പൂർത്തീകരിക്കുന്ന ആൾ വിജയിക്കും. ആര്യൻ ഇത് നന്നായി ചെയ്തുവെങ്കിലും ആര്യൻ അവസാനം എന്നെ എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. അവൻ ബാസ്ക്കറ്റ് ചുമ്മാ തപ്പിക്കൊണ്ടിരുന്നു. പക്ഷെ ബിന്നി പെഡസ്റ്റലിൽ നിന്ന് കറക്റ്റായിട്ട് ആദ്യം കൊണ്ടുവച്ച് ബിന്നി ആദ്യത്തെ വനിതാ ക്യാപ്റ്റനായി. പെണ്ണുങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷം. അനിമോൾ പറഞ്ഞു, ഇനിയൊരു പെൺ ക്യാപ്റ്റൻ ഭരിക്കട്ടെ. എല്ലാ ആൺ ക്യാപ്റ്റന്മാരെല്ലാം മൊണ്ണകളായിരുന്നുവെന്ന്. അങ്ങനെ ബിന്നിക്ക് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസിയും ഇമ്മ്യൂണിറ്റിയും എല്ലാം കിട്ടി. ബിന്നി അതിന് ഭാഗ്യമുള്ള ആള് തന്നെ. അതിനിടയ്ക്ക് ബിഗ് ബോസ് ഇന്ന് ഫാമിലി വീക്ക് ആരംഭിക്കുകയാണ്. ഇന്ന് 2 ഫാമിലികൾ വരുന്നുണ്ടെന്നും മാത്രമല്ല ബിന്നിക്ക് ഫാമിലി പവർ കിട്ടിയതുകൊണ്ട് ബിന്നിയുടെ ഫാമിലിക്ക് ഒരാഴ്ച നിൽക്കാനുള്ള അവസരമുള്ളതുകൊണ്ട് ഇന്ന് നൂബിൻ വരുമെന്നും ഒരു ട്രെയിനിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ പ്രധാന വാതിലിന്റെ അടുത്ത് നിൽക്കാനും ബിഗ് ബോസ്. ബിന്നിയുടെ സന്തോഷം. ഒളിപ്പോര് എന്ന ടാസ്കിലൂടെ ഇന്ന് ആരുടെയാണ് ഫാമിലിയാണ് വരുന്നതെന്ന് കണ്ടെത്താൻ അവസരമുള്ളവരുടെ ബിഗ് ബോസ്. ഷാനവാസിന്റെയും അനീഷിന്റെയും ഫാമിലിയാണ് വരുന്നതെന്ന് അവർ കണ്ടെത്തി. ഷാനവാസിനോടും അനീഷിനോടും ആക്ടിവിറ്റി ഏരിയയിൽ പോകാനും അവിടെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവരെ കാണാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ കാണാൻ പറ്റുകയില്ലെന്നും ബിഗ് ബോസ്. അവർ ആക്ടിവിറ്റി ഏരിയയിൽ ഉള്ളപ്പോഴാണ് പ്രധാന വാതിൽ തുറന്ന് ഒരു ഗാനത്തിന്റെ അകമ്പടിയുടെ ഭാര്യ സുഹാനയും നസ്മിയും. സന്തോഷം കൊണ്ട് ഷാനവാസിന്റെ കണ്ണ് നിറഞ്ഞു. ഒരു ക്യൂട്ട് കുസൃതിക്കാരിയായ മകൾ. കുട്ടി എല്ലാവരുമായി പെട്ടെന്ന് തന്നെ മിംഗ്ലിംഗ് ആയി. അടുത്തത് ഒരു പാട്ടിന്റെ അകമ്പടിയോടെ അനീഷിന്റെ അമ്മയും സഹോദരനും വന്നപ്പോൾ വിങ്ങിപ്പൊട്ടി. അനീഷിനെ അടിച്ചത് ഞാനാണ്, അതിനോട് ക്ഷമിക്കണമെന്ന് ആദില അനീഷിന്റെ അമ്മയോട്. അതൊക്കെ ടാസ്കല്ലേ, കുഴപ്പമില്ലെന്ന് അനീഷിന്റെ അമ്മ. നെവിന്റെ ഫാനാണെന്ന് നെവിനോട് അമ്മ. പസിലുകൾ പോലെ കുടുംബ ഫോട്ടോകൾ ഒന്നിച്ചു ചേർക്കുകയായിരുന്നു ടാസ്കിന്റെ ആദ്യപടി. പിന്നെ ഒരു സ്പൂണിൽ ആദ്യം ഒരു ഡൈസ് കടിച്ചു പിടിച്ചുകൊണ്ട് പാത്രത്തിൽ കൊണ്ടിടുക. പിന്നെ 2, 3 അങ്ങനെ 5, 6 അങ്ങനെ ഓരോ ഒന്ന് കടിച്ചു പിടിച്ച് കൊണ്ടിടുക. അതൊരു ടഫ് ടാസ്ക് ആയിരുന്നു. ഷാനവാസ് കുടുംബ ഫോട്ടോകൾ ഒട്ടിച്ചേർത്തിട്ട് ഡയസ് ഒരു വിധത്തിൽ കടിച്ച് ഒരു വിധത്തിൽ ഒപ്പിച്ച് പുറത്ത് നിന്ന് കൊച്ചിനെ കെട്ടിപ്പിടിച്ച് ഫാമിലിയുമായി സന്തോഷം പങ്കിട്ടു. എന്നാൽ അനീഷിന്റെ ഫാമിലി ഫോട്ടോ അനീഷിന്റെ കല്യാണത്തിന് മുമ്പ് എടുത്തതായതുകൊണ്ട് അനീഷ് ഒരു വല്ലാത്ത ഫെയിലിൽ അകപ്പെടുകയും അനീഷിനെ കംപ്ലീറ്റ് ആകാൻ വളരെ ബുദ്ധിമുട്ടാവുകയും ചെയ്തു. ഒരു 95% പൂർത്തീകരിക്കാൻ സാധിച്ചുള്ളൂ. അടുത്ത ടാസ്കിലാകട്ടെ വളരെ കഷ്ടപ്പെട്ടാണ് അനീഷ് പൂർത്തീകരിച്ച്. അതിനുശേഷം അനീഷ് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അനീഷിന്റെ അമ്മയും സഹോദരനും വന്ന് അനീഷിനെ ആശ്വസിപ്പിക്കുകയും അനീഷ് കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ പുറത്തേക്ക് പോയി എല്ലാവരുമായിട്ട് സന്തോഷം പങ്കിടുന്നു. 2 വീട്ടുകാരും നല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ അവർക്ക് കൊണ്ടു കൊടുക്കുകയും എല്ലാവരും ആഹ്ലാദത്തോടെ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുകയും ചെയ്യുന്നു. ആദിലയും നിവിനും ബിന്നിയും ഒക്കെ ഒളിപ്പിച്ചും വെക്കുന്നുണ്ട്. ഫാമിലിക്കും ടാസ്കുകൾ കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ്. ആരാണ് അവരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. ഷാനവാസിന്റെ ഭാര്യ പറഞ്ഞു, അനീഷാണ് എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്നും പിന്നെ ആദിലേനും നൂറേനെയും അക്ബറിനെയും ഒക്കെ ഇഷ്ടമാണെന്നും പറയുന്നുണ്ട്. മോൾക്ക് നെവിനെയാണ് ഇഷ്ടം. നെവിൻ ഭയങ്കര ഫണ്ണിയാണെന്നാണ് പറയുന്നത്. അനീഷിന്റെ അമ്മയ്ക്ക് ഷാനവാസിന്റെയും സഹോദരന് ആര്യനുമാണ് ഇഷ്ടമെന്ന് പറയുന്നു. ഇതിനിടയ്ക്ക് അനിമോൾ ചോദിക്കുന്നു, ആര്യനെ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ ജിസേലിനാണ് ഇഷ്ടമെന്ന് ഷാനവാസിന്റെ മകൾ. അനിമോൾ പ്ലിങ് ആയിപ്പോയി. വന്നവരൊക്കെ പ്ലാച്ചിനെയാണ് കൂടുതൽ അന്വേഷിച്ച് അനിമോളിനെക്കാളും. നെവിനെ മേക്കപ്പ് ചെയ്ത് നടക്കുന്നുണ്ട് ഷാനവാസിന്റെ മകൾ. അവർ പോയതിനു ശേഷം നോമിനേഷൻ ആയിരുന്നു. ക്യാപ്റ്റനായ ബിന്നിയെ ആർക്കും നോമിനേഷൻ ചെയ്യാൻ കഴിയില്ല. ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയുണ്ട്. പിന്നീട് ഇമ്മ്യൂണിറ്റി ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ബിഗ് ബോസ് ബിന്നിയോട് ചോദിക്കുന്നു. ആർക്കും കൊടുക്കാൻ താല്പര്യമില്ലെന്ന് ബിന്നി. ഞാൻ ആർക്ക് കൊടുത്താലും എല്ലാവരും അടുത്ത പ്രാവശ്യം എന്നെ നോമിനേഷൻ ചെയ്യുമെന്ന് ബിന്നി. പിന്നെ എന്തിനാ കൊടുക്കുന്നതെന്ന്. പ്രേക്ഷകർക്ക് ഇഷ്ടം ബിന്നി ആർക്കും കൊടുക്കാതിരിക്കുക എന്നതാണ്. പക്ഷെ ആർക്കെങ്കിലും കൊടുക്കാമായിരുന്നു. കാരണം ഒരു ഇമ്മ്യൂണിറ്റി കിട്ടിയ ഒരാളെ രക്ഷപ്പെട്ട അത്രയും നല്ലതല്ലേ. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. അതാണ് സത്യം. ബിന്നിക്കൊന്നും ഒരു അറ്റാച്ച്മെന്റ് പോലും ആരോടുമില്ല. അനീഷ് വോട്ട് ചെയ്ത് നെവിനെയും ഒണീലിനെയും ആയിരുന്നു. ബോട്ടിൽ ടാസ്കിൽ വമ്പം പരാജയമായിരുന്ന നെവിൻ അതിനോട് നീതി പുലർത്തിയില്ല എന്ന് അനീഷ്. ബിന്നി ക്യാപ്റ്റനായ കിച്ചൺ ടീം ഭയങ്കര പരാജയമായിരുന്നുവെന്നും ക്യാപ്റ്റനായ ഒണിയിൽ അതിൽ ഇടപെട്ടില്ലെന്നും ആക്റ്റീവല്ല, നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നില്ല എന്ന കാരണത്താൽ അനിമോൾ സാബുമനെയും ലക്ഷ്മിയെയും നോമിനേറ്റ് ചെയ്തു. ആര്യൻ ആദിലയും അനിമോളെയാണ് പറഞ്ഞത്. ആദില ആക്റ്റീവല്ല ഗെയിമിലൊക്കെ. പിന്നെ അതുമാത്രമല്ല അനീഷിനെ ഫിസിക്കൽ അസാൾട്ട് പോലത്തെ പരിപാടി ചെയ്തു. അനിമോളാട്ടെ ടാസ്ക് ആയിട്ട് കാണുന്നില്ല. ടീം സ്പിരിറ്റ് ഇല്ല. ലാസ്റ്റത്തെ ബോട്ട് ടാസ്ക് കുളമാക്കി. അക്ബർ നൂറയും ലക്ഷ്മിയുമാണ് പറഞ്ഞത്. നൂറ 3 ടൂർ വന്നതുപോലെയാണ് പെരുമാറുന്നതെന്നും ക്യാഗിനകത്ത് പെട്ടുകിടക്കുകയാണെന്നും. ലക്ഷ്മി ആകട്ടെ ടാസ്കിലൊന്നും ആക്റ്റീവല്ല. ഒണിയൽ ജിസൈനെയും ലക്ഷ്മിയാണ് പറഞ്ഞത്. ലക്ഷ്മി
ലക്ഷ്മി ഗെയിമിൽ നിന്ന് മാറി നിൽക്കുന്നു. ജിസയിലാകട്ടെ ഗ്രൂപ്പിസം കളിക്കുന്നു, ആരിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, അങ്ങനത്തെ പല കാര്യങ്ങളും. ജിസയിലാകട്ടെ ലക്ഷ്മിയെയും നൂറയെയുമാണ് പറഞ്ഞത്. ലക്ഷ്മിക്ക് ഗെയിം പ്ലാൻ ഇല്ല, ഗെയിം ഭയങ്കര മോശമാണ്. നൂറയാകട്ടെ വീട്ടിൽ ഒരു ഇൻവോൾവ്മെന്റും ഇല്ല, ഹോളിഡേ മോഡിലാണ് ഇവിടെ നിൽക്കുന്നത്. ഷാനവാസ് നെവിനെയും അനുവിനെയുമാണ് പറഞ്ഞത്. അനുമോളാകട്ടെ വേറെ ആർക്കും കോയിൻ കിട്ടരുതെന്ന രീതിയാണ് കളിച്ചത്. തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്ന രീതി. നെവിൻ സാബുമോനെയും ജിസൈലിനെയുമാണ് പറഞ്ഞത്. അഴിച്ചുവിട്ട പട്ടം പോലെയാണ് സാബുമോനെന്നും ആല് പൊറോട്ട, ബിന്നി, നെവിൻ, കിച്ചൺ എന്നീ കാര്യങ്ങൾ മാത്രമേ ജിസൈലിനുള്ളൂ എന്നും ആതിര ലക്ഷ്മിയെയും ഒണീലിനുമാണ് പറഞ്ഞത്. ലക്ഷ്മി ടാസ്കിൽ ആക്റ്റീവ് അല്ല, ഒണീലാകട്ടെ ഒറ്റയ്ക്ക് കളിക്കുന്നില്ല, ഗ്രൂപ്പ് കളിക്കുന്നു. സാബുമോൻ അനുമോളെയും ആതിലയുമാണ് പറയുന്നത്. അനുമോൾ ഫേവറേറ്റ്സും കാണിക്കുന്നത്. വീക്കിലി ടാസ്കിൽ കൂടുതൽ സ്ട്രിക്റ്റ് ആയിരുന്നു, ആർക്കും കൊടുക്കരുതെന്നുള്ള വാശിയുണ്ടായിരുന്നു അനുമോൾക്കെന്ന്. ആതിരയ്ക്കാകട്ടെ മറ്റാർക്കും കിട്ടാത്ത ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ട്. ലക്ഷ്മി ആതിലയെയും നൂറയെയുമാണ് പറഞ്ഞത്. ആതിര ടാസ്ക് മനസ്സിലാക്കി കളിക്കുന്നില്ല, അനീഷിനെതിരെ മോശമായി പെരുമാറുന്നു. നൂറയാട്ടെ ടാസ്ക് മനസ്സിലാക്കി ചെയ്യുന്നില്ല, ആതിരയുടെ തെറ്റാകട്ടെ തിരുത്തുന്നുമില്ല. നൂറ ഒണിയലും നെവിനെയുമാണ് പറഞ്ഞത്. ഒണിയൽ ആക്റ്റീവ് ആകുന്നില്ല, നെവിനാകട്ടെ ടാസ്കിൽ എഫർട്ട് ഇടുന്നില്ല. ബിന്നി അനീഷിനെയും ജിസൈലിനെയുമാണ് പറഞ്ഞത്. അനീഷ് ടാസ്ക് കുളമാക്കി, ജിസൈലാകട്ടെ ആക്റ്റീവ് അല്ല. അൽസദ ഒഴിഞ്ഞുമാറൽ, ഗ്രൂപ്പിസം, അഴിച്ചുവിട്ട പട്ടം, പിടിവാശി, ആലുപൊറോട്ടെ ഒതുങ്ങുന്ന ജീവിതം, അങ്ങനെ പല കാരണങ്ങളാൽ 2 വോട്ടുമായി സാബുമാൻ, 3 വോട്ടുകളുടെ അനുമോൾ, ഒണിയൽ, ജിസൈൽ, നെവിൻ, ആദില, നൂറ, 5 വോട്ടുകളുമായി ലക്ഷ്മി എന്നിവരാണ് നോമിനേഷൻ വന്നത്. ട്രെയിനിന്റെ അകമ്പടിയുടെ ബിന്നിയുടെ നൂബിൻ വന്നു. ബിന്നി കരഞ്ഞുകൊണ്ട് ചാടി മേത്തേക്ക് കയറി, രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. റൊമാൻറ്റിക് നിമിഷങ്ങൾ. ബിഗ് ബോസിന് ഒരു നല്ല വ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാമോ? നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികളെ പറ്റി കമന്റ് ചെയ്യുമോ?